Hello all, welcome to the third lecture in arch structures. So far you have been studying about the theory of arches, how an arch is formed, what are the various properties of arches, what are the various classification of arches. We saw how internal forces come into being in arches, the Eddy's theorem, the funicular structures and all. Okay, in this lecture we actually start analyzing arches. We are going to take a determinate three-hinged arch and we'll start analyzing it. Okay, so before we move on to the problem of arches, problem in arches, let us look at some of the factors in arch. Okay, so I want to explain about the internal forces in arches. Okay, അപ്പം ആർച്ചിന്റെ നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു ദാറ്റ് ആർച്ച് കേബിൾ പോലെ തന്നെ ഒരു റാൻഡം സെക്ഷൻ എടുക്കുകയാണെങ്കിൽ ഒരു സപ്പോർട്ട് റിയാക്ഷൻസ് ഇവിടെ ഉണ്ടാവും ഒബ്വിയസ്ലി, ആൻഡ് ഹൊറിസോണ്ടൽ റിയാക്ഷൻ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ത്രസ്റ്റ് എന്ന് പറയുന്നത് ഇൻവേർസ് ആയിരിക്കും. അപ്പോൾ ഒരു റാൻഡം പോയിന്റ് എടുക്കുകയാണെങ്കിൽ ഓക്കെ, എക്സ് ഡിസ്റ്റൻസ് മാറി വൈ ഹൈറ്റിൽ ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ ദാറ്റ് പോയിന്റ് വിൽ ഹാവ് ഒരു കംപ്രഷൻ മൂലം ആ പോയിന്റിലോ കംപ്രഷനെ റിസോൾവ് ചെയ്താൽ അവിടെ ഒരു horizontal component and vertical component ഉണ്ട്. And this horizontal component is same and the vertical component will vary throughout the structure. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ആക്ച്വൽ ആർച്ചും തിയററ്റിക്കൽ ആർച്ചും തമ്മിലുള്ള വ്യത്യാസം കാരണം there will be a presence of momentus, അതായത് mx എന്നുള്ള ഒരു മൊമെന്റും കൂടെ അവിടെ കയറി വരും. Okay, and let's say that this section x is inclined at an angle theta to the horizontal. Okay, അപ്പോൾ ഇതിനെ ഞാൻ ഒന്ന് റിസോൾവ് ചെയ്യണം. തീറ്റ എന്നുള്ള സാധനത്തെ ഒന്ന് റിസോൾവ് ചെയ്ത് ഷിയറും നോർമലും ആയിട്ട് എഴുതുവാണെങ്കിൽ, വരച്ച് റെപ്രസെന്റ് ചെയ്യുവാണെങ്കിൽ ഇറ്റ് വിൽ ഫോം ലൈക്ക് ദിസ്. ഓക്കെ, അതായത് ഹൊറിസോണ്ടലിനെയും വെർട്ടിക്കലിനെയും മാറ്റി അത് ഒരു ആക്സിസ് ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് വി എക്സും എച്ചും ഇങ്ങനെ ഒരു ആക്സിസിൽ കിടന്ന സാധനത്തെ വേറെ ഒരു പെർപെൻഡിക്കുലർ ആക്സിസ് ആക്കി മാറ്റി ഇങ്ങനെ. ഓക്കെ, അതാണ് ഇവിടെ സംഭവിച്ചത്. അതായത് ഒന്നുമില്ല, വി എക്സ് എച്ച് എന്നുള്ളതിനെ ട്രാൻസ്ഫോം ചെയ്ത് ആർ എക്സ് എൻ എക്സ് എന്നാക്കി, വേർ ആർ എക്സ് ഇസ് ദ റേഡിയൽ ഷിയർ ആൻഡ് എൻ എക്സ് ഇസ് ദ നോർമൽ ത്രസ്റ്റ്. എം എക്സ് വിൽ ബി ദർ, അത് അവിടെ തന്നെ ഉണ്ടാവും. ഓക്കെ, സോ ഇൻ കൺവേർട്ടിങ് ഇറ്റ്, ഓക്കെ, ഈ റേഡിയൽ ഷിയർ നോർമൽ ത്രസ്റ്റ് മൊമെന്റ് അല്ലെങ്കിൽ ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നതാണ് ഒരു പർട്ടിക്കുലർ ഒരു റാൻഡം സെക്ഷനിൽ അല്ലെങ്കിൽ ഏതൊരു സെക്ഷനിലും ഒരു ആർച്ചിന്റെ അകത്ത് ഉണ്ടാകുന്ന ഇന്റേണൽ ഫോഴ്സസ്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി വി ഹാവ് ടു പർട്ടിക്കുലർ ഫോർമുലാസ്. ഈ വി എക്സ് എച്ച് എന്നുള്ളതിനെ കൺവേർട്ട് ചെയ്ത് വരുമ്പോൾ ചെയ്യുന്ന ബേസിക് ജോമെട്രിക് ട്രാൻസ്ഫോർമേഷൻ മാത്രമാണ്. ആൻഡ് ദാറ്റ് ഈസ് ഗിവൺ ആസ് എൻ എക്സ് is Vx sin theta plus h sin theta and Rx is Vx cos theta minus h sin theta. Okay, where this Nx എന്ന് പറയുന്നത് സെക്ഷൻ എക്സിലെ നോർമൽ ത്രസ്റ്റ്, Rx എന്ന് പറയുന്നത് സെക്ഷൻ എക്സിലെ റേഡിയൽ ഷിയർ, Vx എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഷിയർ ആൻഡ് H is the horizontal thrust in the arch. അപ്പോൾ നമുക്ക് സപ്പോർട്ട് റിയാക്ഷൻസ് അറിയാമെങ്കിൽ അതുപോലെ ആർച്ചിനകത്തെ ഫോഴ്സസ് അറിയാമെങ്കിൽ വി ക്യാൻ ഈസിലി ഫൈൻഡ് ഔട്ട് എൻ എക്സ് ആൻഡ് എച്ച് നമുക്ക് കണ്ടുപിടിക്കാം. വി എക്സ് ഒരു ഏതോ റാൻഡം പോയിന്റിലെ വി എക്സ് വെർട്ടിക്കൽ ഫോഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇക്വിലിബ്രിയം എടുത്ത് അല്ലെങ്കിൽ ഷിയർ ഫോഴ്സ് ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്താൽ വി എക്സ് കിട്ടും. അപ്പൊ വി എക്സ് വെച്ച് നമുക്ക് അറിയാമെങ്കിൽ എൻ എക്സ് ആർ എക്സും കണ്ടുപിടിക്കാം. തീറ്റ നമുക്ക് കിട്ടും, അത് വെച്ചാൽ നമുക്ക് എൻ എക്സും ആർ എക്സും എന്ന് വെച്ചാൽ നോർമൽ ഷിയറും റേഡിയൽ ത്രസ്റ്റ് എന്ന് പറയുന്ന രണ്ട് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാം. പിന്നെ എം എക്സ് ഒബ്വിയസ്ലി മൊമെന്റ് എടുക്കുന്നത് റാൻഡം പോയിന്റിലെ മൊമെന്റ് എടുക്കാൻ ആ പോയിന്റിന് മുമ്പുള്ളതോ അല്ലെങ്കിൽ ആ പോയിന്റ് കഴിഞ്ഞ് വരുന്നതായിട്ടുള്ള എല്ലാ പോയിന്റും എല്ലാ ലോഡും സപ്പോർട്ട് റിയാക്ഷൻസ് ആവട്ടെ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ലോഡ് ആവട്ടെ, ആ രണ്ട് സാധനങ്ങളും ഉപയോഗിച്ച് നമുക്ക് മൊമെന്റ് കണ്ടുപിടിക്കാം. ഓക്കെ, അത് ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലായിക്കോളും. സോ ഞാൻ ആദ്യമേ പറഞ്ഞത് നമ്മൾ 3 ഹിഞ്ച്ഡ് ആർച്ചസ് ആണ് നമ്മുടെ പഠനത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ കോഴ്സ് വർക്കിന് മെയിൻ ആയിട്ടുള്ളത്. 3 ഹിഞ്ച്ഡ് ആർച്ച് എന്ന് പറയുമ്പോൾ സപ്പോർട്ട് എന്നുള്ള 2 ഹിഞ്ച് കൂടാതെ ക്രൗഡിന്റെ അവിടെ, അതായത് സെൻട്രൽ പോയിന്റ് ഓഫ് ദ ആർച്ച് മുകളിൽ ഒരു ഹിഞ്ചും കൂടെ വരുന്ന സിറ്റുവേഷൻ ആണ് 3 ഹിഞ്ച്ഡ് ആർച്ച് എന്ന് പറയുന്നത്. അപ്പൊ ഈ സി, എ ആൻഡ് ബി ഈ 3 എണ്ണമായിരിക്കും ഹിഞ്ച്. ലോഡ് റാൻഡം ആയിരിക്കും, അത് നമുക്കറിയില്ല. ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ക്വസ്റ്റൻ. ഇപ്പം ഈ കാണിച്ചിരിക്കുന്ന കേസിൽ തന്നെ 2 പോയിന്റ് ലോഡ് ഉണ്ട്, യു ഡി എൽ ഉണ്ട്, അങ്ങനെ പോകുന്നു. ഓക്കെ, സോ ഇവിടെ വരുന്ന സപ്പോർട്ട് റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ എയിൽ ഒരു വെർട്ടിക്കൽ റിയാക്ഷൻ ഉണ്ടാവും, ദാറ്റ് ഈസ് വി എ, ബിയിൽ ഒരു വി ബി ഉണ്ടാവും. ആൻഡ് ഹൊറിസോണ്ടൽ സപ്പോർട്ട് റിയാക്ഷൻസ്
നമുക്കറിയാം എല്ലാ പോയിന്റിലും സെയിം ആയിരിക്കും. സോ എയിൽ ഇൻവേർസ് ആയിട്ട് എച്ച് ഉണ്ടാവും, ബിയിൽ ഇൻവേർസ് ആയിട്ട് എച്ച് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ അനാലിസിസ് ഓഫ് 3 ഹിഞ്ചഡ് ആർച്ചിൽ നമുക്കുള്ള 2 ഹിഞ്ചഡ് സപ്പോർട്ട്, 1 ഹിഞ്ചഡ് ക്രൗൺ. ഞാൻ നേരത്തെ പറഞ്ഞു ഹിഞ്ചിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഹിഞ്ചിന്റെ സപ്പോർട്ട് അല്ലെങ്കിൽ റോളർ സപ്പോർട്ട് ആണെങ്കിൽ അവിടെ നമുക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ അവിടെ മൊമെന്റ് വിൽ ബി സീറോ. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചാൽ തന്നെയാണ് നമുക്ക് വി എ വി ബി എച്ച് മൊത്തത്തിൽ നമുക്ക് 4 അൺനോൺ ആണുള്ളത്. 2 സൈഡിലെ രണ്ട് റിയാക്ഷൻ ഫോഴ്സ് വെച്ചെടുത്താൽ നമുക്ക് കൂടാതെ 3 ഇക്വിലിബ്രിയേഷൻ പിന്നെ ഒരു പ്രോപ്പർട്ടി ഉള്ളതാണ് ഇത്. ഈ ഹിഞ്ചിലെ മൊമെന്റ് സീറോ ആണെന്നുള്ള ഇക്വേഷൻ. ഓക്കെ, സോ ഒരു അനാലിസിസ് ക്വസ്റ്റ്യൻ തന്നാൽ അതിൻ്റെ അകത്തുള്ള അൺനോൺസ് എന്ന് പറയുന്നത് വി എ വി ബി എച്ച് ആയിരിക്കും. പിന്നെ നമ്മളോട് ചോദിക്കുക ഏതെങ്കിലും ഒരു റാൻഡം പോയിന്റിലെ എം എക്സ് മൊമെന്റ്, റേഡിയൽ ഷിയർ, നോർമൽ ത്രസ്റ്റ് കണ്ടുപിടിക്കാൻ ചോദിക്കും. അപ്പൊ ഇതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മുടെ കയ്യിലുള്ള ഫോർമുലാസ് എന്ന് പറയുന്നത് നേരത്തെ കണ്ടത് ഇതുമായിട്ട് സിഗ്മ എഫ് വൈ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ വി എ പ്ലസ് വി ബി ഈക്വൽ ടു ടോട്ടൽ ഡൗൺവേർഡ് ലോഡ്സ് കിട്ടും. സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0 നമുക്ക് ഇത് ഇക്വേഷൻ ആണെങ്കിൽ തന്നെയും അതുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. കാരണം ഇപ്പം ഈ കേസിൽ സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0 ചെയ്താൽ എച്ച് മൈനസ് എച്ച് ഈക്വൽ ടു 0 എന്നാണ്. അത് പ്രത്യേകിച്ച് പർപ്പസ് ഒന്നും ഇല്ലാത്ത ഇക്വേഷൻ. അപ്പോഴാണ് നമുക്ക് ബാക്കിയുള്ള ഇക്വേഷൻസ് വരുന്നത്. സിഗ്മ എം എ ഈക്വൽ ടു 0 നമുക്ക് ഒരു ഇക്വേഷൻ ആയിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ സിഗ്മ എം ബി ഈക്വൽ ടു 0 ചെയ്യാം. സിഗ്മ എം സി ഈക്വൽ ടു 0 ചെയ്താൽ ഹൊറിസോണ്ടൽ ഫോഴ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, പിന്നെ നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ കണ്ട 2 ഇക്വേഷൻസ്, നോർമൽ ത്രസ്റ്റിന് ഇക്വേഷൻ, ഏതെങ്കിലും ഒരു എക്സിലെ നോർമൽ ത്രസ്റ്റ് എന്ന് പറയുമ്പോൾ വി എക്സ് സൈൻ തീറ്റ പ്ലസ് എച്ച് കോസ് തീറ്റ, ആൻഡ് പോയിന്റിലെ റേഡിയൽ ഷിയർ എന്ന് പറയുന്നത് വി എക്സ് കോസ് തീറ്റ മൈനസ് എച്ച് സൈൻ തീറ്റ. Okay, so let's see this. We'll start with the analysis of a parabolic arch. 2 type arch ആണ് നമ്മുടെ സ്റ്റഡീസിൽ മെയിൻ ആയിട്ട് വരുന്നത്. പാരബോളിക് ആർച്ചും സർക്കുലർ ആർച്ചും. അതായത് 3 ഹിഞ്ചഡ് ആർച്ചാണ് നമ്മുടെ ഓവറോൾ പഠിക്കാനുള്ളത്. അതിൻ്റെ അകത്ത് തന്നെ പാരബോളിക് ആർച്ചും സർക്കുലർ ആർച്ചും. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ പാരബോളിക് ആർച്ച് ഇൻ ദിസ് ലെക്ചർ. യെസ്, പാരബോളിക് ആർച്ചിന്റെ ഒരു ഇക്വേഷൻ, അത് ബേസിക് ജിയോമെട്രി ആണെങ്കിലും ഐ ആം ജസ്റ്റ് ഗോയിങ് ടു ഡിറൈവ് ഇറ്റ്. ഓക്കെ, ലെറ്റ്സ് സേ വി ഹാവ് എ പാരബോള. എ സി ബി ആണ് നമ്മുടെ ആർച്ച്, ആൻഡ് നടുക്കത്തെ സെൻട്രൽ റൈസ് എന്ന് പറഞ്ഞാൽ എച്ച്, ലെങ്ത് ഓഫ് ദ ആർച്ച് ഈസ് എൽ, ആൻഡ് എക്സ് വൈ കോർഡിനേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എയിൽ നിന്നാണെന്ന് ലെറ്റ്സ് അസ്യൂം ഇറ്റ്. ഓക്കെ, എക്സ് എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് വൈ മുകളിലോട്ട്. ഓക്കെ, അപ്പം we know that general equation of a parabola is y equal to ax square plus bx plus y equal to ax square plus bx plus c. അതിൽ a b c എന്നുള്ളത് കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പോൾ വി ഓൾസോ നോ ദ സം ബൗണ്ടറി കണ്ടീഷൻ. എ എന്ന പോയിന്റിൽ, അതായത് എക്സ് 0 ആകുമ്പോൾ y 0 ആയിരിക്കും. സിമിലർലി എക്സ് എൽ ആകുമ്പോൾ, അതായത് ബി എന്ന പോയിന്റിലും y 0 ആയിരിക്കും. കാരണം നമ്മുടെ ഒറിജിൻ ഓഫ് ദ കോർഡിനേറ്റ് ഈ എ ആണ്. എ എന്ന പോയിന്റിലായിരിക്കും, എ എന്ന് മുകളിലോട്ടായിരിക്കും y പോകുന്നത്, എന്റെ റൈറ്റിലോട്ടായിരിക്കും എക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ വെൻ എക്സ് ഈക്വൽ ടു 0, അതായത് എയിൽ y 0 ആയിരിക്കും. എക്സ് ഈക്വൽ ടു എൽ ആകുമ്പോൾ, അതായത് ബിയിൽ y ഈക്വൽ ടു 0 ആയിരിക്കും. എക്സ് ഈക്വൽ ടു L/2 ആകുമ്പോൾ, അതായത് സി എന്ന പോയിന്റിൽ y വിൽ ബി ഈക്വൽ ടു എച്ച്. അപ്പോൾ അത് വെച്ച് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ എക്സ് ഈക്വൽ ടു 0, y ഈക്വൽ ടു 0 ഇട്ട് കൊടുത്താൽ വി ഗെറ്റ് സി ഈക്വൽ ടു 0, ഒരു കോൺസ്റ്റന്റ് ഒഴിഞ്ഞു കിട്ടി. Now എക്സ് ഈക്വൽ ടു L/2 y ഈക്വൽ ടു എച്ച് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടും. ദാറ്റ് എച്ച് ഈക്വൽ ടു L സ്ക്വയർ ബൈ 4 പ്ലസ് ബി L/2. എയും ബിയും ചേർന്ന ഒരു ഇക്വേഷൻ. സിമിലർലി എക്സ് ഈക്വൽ ടു എല്ലിൽ y ഈക്വൽ ടു 0 ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ ഒരു ഇക്വേഷൻ കിട്ടും, എയും ബി ഉള്ള, അതായത് എൽ സ്ക്വയർ പ്ലസ് ബി എൽ ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പം ഇത് രണ്ടും എക്സ് ഈക്വൽ ടു L/2 ഇട്ട് കൊടുത്തപ്പോഴും എക്സ് ഈക്വൽ ടു എൽ ഇട്ട് കൊടുത്തപ്പോഴും കിട്ടിയ ഇക്വേഷൻസ് സോൾവ് ചെയ്തുക. വി ഗെറ്റ് ദാറ്റ് ബി ഈക്വൽ ടു 4h by L ആൻഡ് എ ഈക്വൽ ടു മൈനസ് 4h by L സ്ക്വയർ. സോ അതിനെ നമ്മൾ y ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സിയിലോട്ട് എടുത്തെഴുതിയാൽ വി ഗെറ്റ് ദാറ്റ് y ഈക്വൽ ടു 4hx by L സ്ക്വയർ ഇൻറ്റു L മൈനസ് 6. ഓക്കെ, so this is the equation of a parabola for our scenario. Y equal to 4hx by L square into L minus 6. അപ്പം now നമുക്കറിയാം ഒരു പോയിന്റിലെ, അപ്പം ഇത് ജനറൽ ഇക്വേഷൻ ആണ്. ഏതൊരു പോയിന്റിലെ ആണെങ്കിലും y പരബോളയുടെ ജനറൽ ഏതൊരു പോയിന്റിലെ ഓർഡിനേറ്റ് കണ്ടുപിടിക്കാനാണെങ്കിൽ നമുക്ക് എക്സിന്റെ വാല്യൂ ഇട്ട് കൊടുത്താൽ കിട്ടും, y കിട്ടും. അപ്പം ആ പോയിന്റിലെ ആംഗിൾ എത്രയാണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ തീറ്റ കണ്ടുപിടിക്കണം, ടാൻ തീറ്റ എന്ന് പറയുന്നത് നമുക്ക് ഇറ്റ് ഈസ് ഈക്വൽ ടു dy by dx. ഓക്കെ, അപ്പൊ ഇതിന്റെ dy by dx എടുത്താൽ, അല്ലെങ്കിൽ ഇതിനെ x ആയിട്ട് ഡെറിവേറ്റീവ് എടുത്താൽ വി ഗെറ്റ് ദാറ്റ് ടാൻ തീറ്റ ഈക്വൽ ടു 4h by L സ്ക്വയർ ഇൻറ്റു L മൈനസ് 2x. Then that implies theta is tan inverse of 4h by L square into L minus 2x. അപ്പോൾ
ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മളോട് എക്സ് ഈക്വൽ ടു 3 മീറ്റർ അകലെ ഒരു പോയിന്റിലെ പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കാൻ പറഞ്ഞു വെച്ചു. എക്സ് ഈക്വൽ ടു 3 മീറ്റർ. അപ്പോൾ ആ പോയിന്റിലെ ഹൈറ്റ് അറിയണമെങ്കിൽ നമുക്ക് ഈ വൈയിലോട്ട് ഈ വൈയുടെ ഫോർമുലയിലോട്ട് എക്സിന്റെ 3 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പൊ എച്ച് നമുക്ക് അറിയാമായിരിക്കും, എല്ലും അറിയാമായിരിക്കും. എക്സ് ഇട്ട് കൊടുത്താൽ ഏതെങ്കിലും ഒരു പോയിന്റിലെ വൈ കോർഡിനേറ്റ്, ആ പോയിന്റ് ആ ഡിസ്റ്റൻസിൽ ആർച്ച് എത്ര ഹൈറ്റിലാണ് നിൽക്കുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ ആ പോയിന്റിലെ ആർച്ച് ടാൻജൻഷ്യലി എത്ര ആംഗിൾ ആണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നും, അതായത് ഹൊറിസോണ്ടലായിട്ട് എത്ര ആംഗിളിലാണ് നിൽക്കുന്നതെന്നും കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ഫോർമുലയിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. ടാൻ ഇൻവേഴ്സ് ഇതിലോട്ട് ടാൻ ഇൻവേഴ്സ് 4h/L² L-2x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ we get the angle and the vertical ordinate at that point. സോ ഇത് കിട്ടിയാൽ, ഈ രണ്ട് ഫാക്ടറും കിട്ടിയാൽ പിന്നെ ബാക്കി എല്ലാ അനാലിസിസും എളുപ്പമാണ്, നമുക്ക് ഓരോന്നും കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ we will actually solve a problem. Okay, we have a question here. This actually is the ആർച്ചിന്റെ അകത്ത് വരാവുന്ന എല്ലാ പോസിബിൾ കോമ്പിനേഷനും ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ദിസ് ഈസ് ടു ലോങ് എ ക്വസ്റ്റ്യൻ. ആക്ച്വലി ഇത്രയും വലിയ ക്വസ്റ്റ്യൻ എന്തായാലും എക്സാമിന് ചോദിക്കില്ല, പക്ഷെ ഇതിനകത്ത് ചില കാര്യങ്ങളായിരിക്കും ചോദിക്കുന്നത്. ബട്ട് സ്റ്റിൽ വി ആർ ഗോയിങ് ടു സോൾവ് ഇറ്റ് വിത്ത് ദിസ് ലെക്ചർ ആസ് വെൽ ആസ് ദ നെക്സ്റ്റ് ലെക്ചർ. Okay, so let's look at the question. Okay, a 3-hinged parabolic arch. 3-hinged ആണ്, hinged at the supports and at the crown. അപ്പോൾ രണ്ടറ്റത്തും നടുക്കും ഒരു hinge ഉണ്ട്. Has a span of 24 meter. Length is 24 meter. Central rise of 4 meter. എന്ന് വെച്ചാൽ ആ സപ്പോർട്ടുകൾ തമ്മിലുള്ള പോയിന്റ് ഒന്ന് യോജിപ്പിച്ചാൽ ആ പോയിന്റിൽ നിന്ന് സെൻട്രൽ ഗ്രൗണ്ടിലോട്ടുള്ള ഡിസ്റ്റൻസ് 4 meter. It carries a concentrated load of 50 kilonewton at 18 meter from left end. ലെഫ്റ്റ് എൻഡിൽ നിന്ന് 18 മീറ്റർ മാറി 50 കിലോന്യൂട്ടൺ. ഓക്കെ, അതിന്റെ L/2 എന്ന് പറയുന്നത് 12 ആണ്. അപ്പം ക്രൗൺ കഴിഞ്ഞ് വീണ്ടും ഇപ്പുറത്തെ സൈഡിലാണ് 50 കിലോന്യൂട്ടൺ. ആൻഡ് എ UDL ഓഫ് 30 kilonewton per meter over the half left portion of the span. എന്ന് വെച്ചാൽ സ്പാനിന്റെ ഹാഫ് ലെഫ്റ്റ് പോർഷൻ മൊത്തം UDL ഉണ്ട്. അതായത് ഇങ്ങനെയാണ് ഇതിന്റെ സ്പാൻ എങ്കിൽ, ഇത് സെൻട്രൽ പോയിന്റ് ആണെങ്കിൽ ഇവിടെ വരെ UDL, ഇവിടെ 50 കിലോന്യൂട്ടൺ എന്നുള്ള ഒരു കോൺസെൻട്രേറ്റഡ് ലോഡുമാണ് അതിൻ്റെ അകത്തുള്ളത്. ഓക്കെ, നമുക്ക് അങ്ങനെയാണെങ്കിൽ ഈ ഒരു ആർച്ചിന്റെ ഷേപ്പിനെ വരച്ചാൽ ഇതെങ്ങനെയായിരിക്കും? ദിസ് ഇസ് ദ ടിപ്പിക്കൽ ഷേപ്പ് ഓഫ് ദ ആർച്ച് ഗിവൺ ഹിയർ. സോ നോക്കിയാൽ അറിയാം, AB എന്നുള്ള രണ്ട് പോയിന്റിന്റെ ഇടയ്ക്കായിട്ടാണ് ആർച്ച് നിൽക്കുന്നത്. ദിസ് ഈസ് A, ദിസ് ഈസ് B. ഓക്കെ, രണ്ട് തമ്മിലുള്ള ഡിസ്റ്റൻസ്, രണ്ട് സപ്പോർട്ട്സിന് ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് 24 മീറ്റർ. C is the central point, crown point. അപ്പോൾ നടക്കുന്നത് ഈ 4 മീറ്റർ ഞാൻ കാണിച്ചേക്കുന്നത് ഇങ്ങോട്ടാണ്. ആക്ച്വലി ഈ പോയിന്റ് ഇവിടെ ഇങ്ങനെയാണ്. 4 മീറ്റർ ആണ്. ഓക്കെ, ആൻഡ് എയിൽ ഒബ്വിയസ്ലി രണ്ട് സപ്പോർട്ട് റിയാക്ഷൻസ് ഉണ്ട്, VAയും H. ബിയിലും സപ്പോർട്ട് റിയാക്ഷൻസ് ഉണ്ട്, VBH. ഓക്കെ, അതുപോലെ തന്നെ ലോഡ് പറഞ്ഞിരിക്കുന്നത് UDL ഓഫ് 30 kilonewton per meter ഓഫ് ദ ഹാഫ് ലെഫ്റ്റ്. എന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡ് മൊത്തം 30 kilonewton per meter എന്നുള്ള ഒരു UDL ഉണ്ട്, അതാണ് ഈ കാണിച്ചത്. അതുപോലെ ലെഫ്റ്റ് എൻഡിൽ നിന്നും 18 മീറ്റർ മാറി 50 കിലോമീറ്റർ. അപ്പൊ ലെഫ്റ്റ് എൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ A ആണ്. എയിൽ നിന്ന് 18 മീറ്റർ എന്ന് പറയുമ്പോൾ ഇത്ര മാറി 50 കിലോമീറ്റർ ആക്ട് ചെയ്യുന്നുണ്ട്. അതായത് ക്രൗണിൽ നിന്ന് 6 മീറ്റർ മാറി 50 കിലോമീറ്റർ ആക്ട് ചെയ്യുന്നുണ്ട്. We are asked to find out or determine resultant reactions at support and their location. സപ്പോർട്ടില് HVA ഉണ്ട്. അപ്പൊ അതിന്റെ റിസൾട്ടന്റ് റിയാക്ഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് രണ്ട് സപ്പോർട്ടിൽ. അപ്പോൾ H-ഉം VB-യും കണ്ടുപിടിച്ചാൽ നമുക്ക് റിസൾട്ടന്റ് റിയാക്ഷൻ കണ്ടുപിടിക്കാം. HVB ഉണ്ട്, അതിന്റെ ലൊക്കേഷൻ, അതായത് എത്ര ആംഗിളിലാണ് ചെരിഞ്ഞിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കാം. മൊമെന്റ്, ത്രസ്റ്റ് ആൻഡ് റേഡിയൽ ഷിയർ അറ്റ് എ സെക്ഷൻ 6 മീറ്റർ ഫ്രം ലെഫ്റ്റ് എൻഡ്. അതായത് എയിൽ നിന്നും 6 മീറ്റർ മാറി ഒരു പോയിന്റിലെ, അതായത് ഈ കാണുന്ന പോയിന്റിലെ മൊമെന്റ് കണ്ടുപിടിക്കണം. ബെൻഡിങ് മൊമെന്റ് MX, ത്രസ്റ്റ്, നോർമൽ ത്രസ്റ്റ് എന്ന് പറയുന്ന NX കണ്ടുപിടിക്കണം. റേഡിയൽ ഷിയർ RX. ഓക്കെ, NX RX കണ്ടുപിടിക്കാൻ ഫോർമുല നമുക്കറിയാം, മൊമെന്റ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡും നമുക്കറിയാം. പക്ഷേ ആ ഫോർമുലയിലോട്ട് Xലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ഡ്രോ ദ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ആൻഡ് ഫൈൻഡ് ഔട്ട് മാക്സിമം പോസിറ്റീവ് ആൻഡ് മാക്സിമം നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ്. ഈ ആർച്ചിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുക, മാക്സിമം പോസിറ്റീവ് മാക്സിമം നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കാം. ഓക്കെ, സോ ഈ ലെക്ചറിൽ ദിസ് ഈസ് ആക്ച്വലി പരീക്ഷയ്ക്ക് ഇതെല്ലാം ചോദിക്കുന്നില്ല. മേ ബി റിസൾട്ടന്റ് റിയാക്ഷൻ ആയിരിക്കാം, ചിലപ്പോൾ ഈ സെക്കൻഡ് ആയിരിക്കാം, ചിലപ്പോൾ ഈ തേർഡ് ആയിരിക്കാം. ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ക്വസ്റ്റ്യൻ. ഓക്കെ,
in this lecture നമ്മൾ ഈ ആദ്യത്തെ രണ്ടെണ്ണം കംപ്ലീറ്റ് ചെയ്യാൻ പോവാം. We will find out the resultant reactions, moment, thrust and radial shear at the section. And in the next lecture, we will learn how to draw the bending moment diagram for an arch. Okay, let's begin the question. Okay, so ഞാൻ ആ പടം ഒന്നുകൂടെ വരച്ചു വെച്ചു. This is the typical figure. ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ഫിഗറിനെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ആർച്ചിനെ റെപ്രസെന്റ് ചെയ്തപ്പോൾ ഇങ്ങനെ വന്നു. And we are given the data that the length of the parabolic arch. So the parabolic arch length എന്ന് പറയുന്നത് 24 meter. Central rise of the arch, height h എന്ന് പറയുന്നത് 4 meter. Again ഇതാണ് h. ഇതുവരെ ഉള്ള ഡിസ്റ്റൻസ് ആണ് h, 4 meter. And we are asked to find out resultant reactions at A, resultant reaction at B, then ഇവിടെ nx, rx, mx കണ്ടുപിടിക്കും. Okay. So ആദ്യമേ തന്നെ ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ഉപയോഗിക്കാം. സിഗ്മ എഫ് വൈ ഈക്വൽ 0, സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0 ഇട്ടാൽ ഇവിടെ ഹൊറിസോണ്ടൽ ലോഡൊന്നും ഇല്ലാത്തതുകൊണ്ട് h മൈനസ് എച്ച് ഈക്വൽ ടു 0 തന്നെ കിട്ടും. അത് വലിയ പർപ്പസ് ഒന്നും ഇല്ലാത്തൊരു കാര്യമാണ്. സോ സിഗ്മ എഫ് വൈ ഈക്വൽ ടു 0 ചെയ്യുമ്പോൾ വെർട്ടിക്കൽ ലോഡ് എടുക്കുകയാണെങ്കിൽ ആ വെർട്ടിക്കലായിട്ട് മുകളിലോട്ട് വി എ ഉണ്ട്, വി ബി ഉണ്ട്. ഓക്കെ, സോ വി എ പ്ലസ് വി ബി ഈക്വൽ ടു താഴോട്ട് ആക്ട് ചെയ്യുന്ന ലോഡ് എന്താണെന്ന് വെച്ചാൽ ഒന്ന് 50 കിലോ ന്യൂട്ടൺ താഴോട്ടുണ്ട്, പിന്നെ 30 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ 12 മീറ്റർ ഡിസ്റ്റൻസിൽ ആക്ട് ചെയ്യുന്നുണ്ട്. സോ 50 പ്ലസ് 30 ഇൻറ്റു 12 ഇതാണ് നമ്മുടെ വെർട്ടിക്കൽ ഫോഴ്സസ് ആക്ട് ചെയ്യുന്നത്. സോ വി എ പ്ലസ് വി ബി ഈക്വൽ ടു 410 കിലോ ന്യൂട്ടൺ. Now, ഇനി വി എ അല്ലെങ്കിൽ വി ബി കണ്ടുപിടിക്കാൻ വേണ്ടി വി ക്യാൻ യൂസ് ദാറ്റ് സിഗ്മ എം എ ഈക്വൽ ടു 0, സിഗ്മ എം എ ഈക്വൽ ടു 0, സിഗ്മ എം എ ഈക്വൽ ടു 0, സിഗ്മ എം ബി ഈക്വൽ ടു 0, ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഐ ആം ജസ്റ്റ് ടേക്കിംഗ് സിഗ്മ എം എ ഈക്വൽ ടു 0. അപ്പൊ എയിൽ നിന്ന് എ എന്ന പോയിന്റിൽ നിന്ന് ഞാൻ സൈഡിലോട്ട് റൈറ്റിലോട്ട് നോക്കുമ്പോൾ കാണുന്ന ഫോഴ്സസ് എന്താണെന്ന് വെച്ചാൽ ഒന്ന് ആദ്യമേ തന്നെ ഈ 30 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ 12 മീറ്ററിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് അപ്പൊ അതിന്റെ നടുക്ക് ആയിരിക്കും അതിന്റെ റിസൾട്ടന്റ് വരിക. അപ്പൊ 30 ഇൻറ്റു 12 ഇൻറ്റു 6 ആയിരിക്കും. ഈ പോയിന്റിൽ നിന്ന് 6 മീറ്റർ മാറിയായിരിക്കും അത് ആക്ട് ചെയ്യുന്നത്. സോ 30 ഇൻറ്റു 12 ഇൻറ്റു 6 ക്ലോക്ക് വൈസ്. പിന്നെ ഈ പോയിന്റിലോട് ആക്ട് ചെയ്യുന്നുണ്ട് 18 മീറ്റർ മാറി, അത് കാരണം ഒരു ക്ലോക്ക് വൈസ് മൊമെന്റ് ആണ് ഉണ്ടാകുന്നത്. സോ 50 ഇൻറ്റു 12 പ്ലസ് 6 18 ഈസ് ദ ക്ലോക്ക് വൈസ് മൊമെന്റ് ഡ്യൂ ടു ദിസ് പോയിന്റ് ലോഡ്. ഇനി വേറെ ലോഡ് എന്താണെന്നുള്ളത് വെച്ചാൽ ഇവിടെ ഈ എച്ച് കൊണ്ട് വി ബി ഉണ്ട്, പക്ഷേ എച്ച് ഈ പോയിന്റിൽ കൂടെ തന്നെ പോകുന്നതുകൊണ്ട് എഫക്റ്റ് ഒന്നും ഉണ്ടാക്കുന്നില്ല, കാര്യമില്ല. പിന്നെ ഉള്ളത് വി ബി ആണ്. ആൻഡ് ദിസ് വി ബി ഈസ് ആക്ടിങ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 24 മീറ്റർ ആൻഡ് ഈസ് ആക്ടിങ് ആന്റി ക്ലോക്ക് വൈസ്. ഓക്കെ, ആന്റി ക്ലോക്ക് വൈസിൽ ആക്ട് ചെയ്യുന്നു. സോ വി ബി ഇൻറ്റു 24 മൈനസ് വി ബി ഇൻറ്റു 24 ഈക്വൽ ടു 0. സോ ദാറ്റ് ഗീവ്സ് മീ വി ബി ഈക്വൽ ടു 127.5 കിലോ ന്യൂട്ടൺ. ഓക്കെ, സോ വി ബി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വി എ കിട്ടാൻ എളുപ്പമാണ്. ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഐ ഗെറ്റ് വി എ എസ് 282.5 കിലോ ന്യൂട്ടൺ. അപ്പോൾ സപ്പോർട്ട് റിയാക്ഷൻസിൽ വി എ കിട്ടി, വി ബി കിട്ടി. ഓക്കെ, വി എയും വി ബിയും കിട്ടാൻ വേണ്ടി ഒന്നുമില്ല, ഐ യൂസ് സിഗ്മ എഫ് വൈ ഈക്വൽ ടു 0 ആൻഡ് സിഗ്മ എം എ ഈക്വൽ ടു 0. ഇത്ര ചെയ്തപ്പോൾ വി എയും വി ബിയും കിട്ടി. അടുത്തത് എനിക്ക് വേണ്ടത് എച്ച് ആണ്, ഹൊറിസോണ്ടൽ സപ്പോർട്ട് റിയാക്ഷൻ. ഹൊറിസോണ്ടൽ സപ്പോർട്ട് റിയാക്ഷൻ കിട്ടാൻ വേണ്ടി ഞാൻ എം എ ഈക്വൽ ടു 0 എടുത്തിട്ട് ഒരു കാര്യമില്ല, കാരണം എച്ച് ഈ പോയിന്റിൽ കൂടെ തന്നെയാണ് പോകുന്നത്, ഈ എച്ചും ഇതിൽ കൂടെ തന്നെയാണ് പോകുന്നത്, ലൈൻ ഓഫ് ആക്ഷൻ സെയിം തന്നെയാണ്. അപ്പോൾ എച്ച് ക്യാൻസൽ ഔട്ട് ആവും. എം ബി ഈക്വൽ ടു 0 എടുത്താലും കാര്യമില്ല, കാരണം ഈ എച്ചും ആ പോയിന്റിൽ കൂടെയാണ് പോകുന്നത്, ഈ എച്ചും ആ പോയിന്റിൽ കൂടെയാണ് പോകുന്നത്, കാര്യമില്ല. സോ അവിടെ നമ്മളെ എയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് നമുക്ക് ഇവിടെ ഈ തേർഡ് ഹിഞ്ച് സിയിലുള്ള ഹിഞ്ച് ഉള്ളത്. സിയിലെ ഈ ഹിഞ്ച് എടുത്താൽ, ഓക്കെ, സിയിലെ ഈ ഹിഞ്ച് എടുത്താൽ നമുക്ക് ഇവിടെ എച്ച് ഒരു ഡിസ്റ്റൻസിൽ ആക്ട് ചെയ്യുന്നതായിട്ട് കാണാം, ഇവിടെ എച്ച് ഒരു ഡിസ്റ്റൻസിൽ ആക്ട് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഇവിടെ ഈ മൊമെന്റ് 0 ആയതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഡയറക്ഷനിലോട്ട് മാത്രം കൺസിഡർ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഒരു ഡയറക്ഷനിലോട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഒന്നെങ്കിൽ ഈ സിയുടെ ലെഫ്റ്റ് സൈഡിലുള്ള ഫോഴ്സസ് എല്ലാം കൂടെ നമുക്ക് കൺസിഡർ ചെയ്തിട്ട് എടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഈ സിയുടെ റൈറ്റ് സൈഡിലോട്ട് നോക്കി ഈ റൈറ്റ് സൈഡിലുള്ള ഫോഴ്സസ് എല്ലാം കൂടെ കൺസിഡർ ചെയ്തിട്ട് സിഗ്മ എം സി ഈക്വൽ ടു 0 എന്ന് ചെയ്യാം. ഐ ആം ഗോയിങ് ടു കൺസിഡർ ദ റൈറ്റ് സൈഡ് നൗ. ഓക്കെ, ഇപ്പം സിയുടെ റൈറ്റ് സൈഡിലുള്ള ഫോഴ്സസ് എല്ലാം കൂടെ കൺസിഡർ ചെയ്ത് ഞാൻ എഴുതാൻ പോവാണ്. ഓക്കെ, സോ അപ്പോൾ സി എന്ന പോയിന്റിലെ എം ബി എടുത്തു. അപ്പം നോക്കുമ്പോൾ റൈറ്റ് സൈഡിലോട്ട് നോക്കുമ്പോൾ എനിക്ക് ഇവിടെ കാണാം 50 കിലോ ന്യൂട്ടൺ ഒരു ഫോഴ്സ് ഉണ്ട്, വി ബി ഒരു ഫോഴ്സ് ഉണ്ട്, എച്ച് ഒരു ഫോഴ്സ് ഉണ്ട്. ആൻഡ്
C എന്ന പോയിന്റിനെ വിത്ത് റെസ്പെക്ട് നോക്കുമ്പോൾ 50 kilonewton ഈസ് ആക്ടിങ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 6 meter ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. സോ 50 into 6. ഓക്കെ, പിന്നെ ഞാൻ നോക്കുമ്പോൾ എച്ച് ആക്ട് ചെയ്യുന്നുണ്ട്. ഈ ദിസ് ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഫോഴ്സ് എച്ച് ആക്ട് ചെയ്യുന്നുണ്ട്. അത് ഡിസ്റ്റൻസ് ഓഫ് 4 meter, 4 meter ഡിസ്റ്റൻസിൽ ഒരു എച്ച് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇപ്പം ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഒരു ലോഡ് ഇങ്ങനെ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ദാറ്റ് ഓൾസോ മേക്സ് എ ക്ലോക്ക് വൈസ് മൂവ്മെന്റ്. സോ എച്ച് ഇൻറ്റു 4 ഈസ് ദ clockwise movement due to the horizontal reaction force. പിന്നെ ഈ VB ആക്ട് ചെയ്യുന്ന VB ഇങ്ങോട്ടാണ്. അതുപോലെ തന്നെ ഡിസ്റ്റൻസ് സിയിൽ നിന്ന് 12 meter മാറാണ്. ദിസ് ഈസ് ദ ഡിസ്റ്റൻസ് വിച്ച് ഇസ് 12 meter. സോ ആൻഡ് ഇറ്റ് ഈസ് ആക്ടിങ് ഇൻ ആൻ ആന്റി ക്ലോക്ക്വൈസ് മാനർ. സോ മൈനസ് VB into 12 ഈക്വൽ ടു 0. അപ്പോൾ ഇതെല്ലാം കൂടെ സം ചെയ്തപ്പോൾ ഈക്വൽ ടു 0. അപ്പോൾ ഇത് VB ഓൾറെഡി ഞാൻ കഴിഞ്ഞ സ്റ്റെപ്പ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഐ ഗെറ്റ് ദാറ്റ് the horizontal support reaction H equal to 307.5 kilonewton. അത് ഇവിടുത്തെ അതായത് ഈ B എന്ന് പറയുന്ന പോയിന്റിലെ ഹൊറിസോണ്ടൽ സപ്പോർട്ട് റിയാക്ഷൻ എന്ന് പറയുന്ന H 307.5 ആണ്. നമുക്കറിയാം ഒരു ആർച്ചിലെ എല്ലാ പോയിന്റിലും ഹൊറിസോണ്ടൽ സപ്പോർട്ട് റിയാക്ഷൻ ഹൊറിസോണ്ടൽ കമ്പോണന്റ് സെയിം തന്നെ ആയിരിക്കും. എന്ന് വെച്ചാൽ ഈ എയിലെ എച്ചിന്റെ വാല്യൂം ഇത് തന്നെയായിരിക്കും. അതുപോലെ തന്നെ ഏതൊരു റാൻഡം പോയിന്റ് എടുത്തിട്ട് അവിടുത്തെ horizontal component എടുത്താലും അത് 307.5 തന്നെയായിരിക്കും. സോ ദ horizontal tension component horizontal thrust in this arch is 307.5 kilonewton. ആ ടേം ഇമ്പോർട്ടന്റ് ആണ്. The horizontal H is the horizontal thrust in an arch. That value is what we have found out. ഇനി നമുക്ക് അപ്പോൾ H ഉം V യും കിട്ടിയ സ്ഥിതിക്ക് ഓരോ പോയിന്റിലെയും റിയാക്ഷൻ കമ്പോണന്റ് എടുക്കാം. That's very simple. സോ ഫോർ എക്സാമ്പിൾ റിസൾട്ടന്റ് റിയാക്ഷൻ ഇതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ ക്വസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. റിസൾട്ടന്റ് റിയാക്ഷൻ അറ്റ് സപ്പോർട്ട് എ, അതിൽ RA എന്ന് പറയുന്ന സാധനം, അതായത് വരച്ചാൽ ഏകദേശം ഇങ്ങനെ ആക്ട് ചെയ്യും. ദിസ് വിൽ ബി ദ സ്ക്വയർ റൂട്ട് ഓഫ് സം ഓഫ് സ്ക്വയർസ് ഓഫ് VA ആൻഡ് H എന്ന് വെച്ചാൽ RA വിൽ ബി ഗിവൺ ആസ് റൂട്ട് ഓഫ് VA സ്ക്വയർ പ്ലസ് H സ്ക്വയർ. ഇത് ബേസിക് വെക്ടർ ഇക്വേഷൻ ആണ്. ഓക്കെ, അത് ചെയ്യുമ്പോൾ വി ഗെറ്റ് ദാറ്റ് RA വിൽ ബി ഈക്വൽ ടു VA H നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. RA will be obtained as 417.57 kilonewton. നമ്മളോട് പിന്നെ ഇതിന്റെ ലൊക്കേഷനും ചോദിച്ചിട്ടുണ്ട്. വേർ എക്സാക്ട്ലി ഇറ്റ് ഈസ് ലൊക്കേറ്റഡ്. ഇതിന്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ആംഗിൾ ദാറ്റ് ഇറ്റ് മേക്സ്. അതായത് ഈ ഈ ഹൊറിസോണ്ടലുമായിട്ട് ഈ സപ്പോർട്ട് റിയാക്ഷൻ ഉണ്ടാക്കുന്നുണ്ട്. ഇതാണ് സപ്പോർട്ട് റിയാക്ഷൻ എങ്കിൽ ഈ ആംഗിൾ തീറ്റയാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ദിസ് ആംഗിൾ തീറ്റ ഫോർ എ ഈസ് ഗിവൺ ആസ് ദ ടാൻ ഇൻവേഴ്സ് ഓഫ് VA by H. അതായത് ഈ വെക്ടറിന്റെ ആംഗിൾ ഹൊറിസോണ്ടലായിട്ട് എത്ര ചേഞ്ച് ചെയ്യുന്നത് VA by H ആണ് ചോദിച്ചിരിക്കുന്നത് ആംഗിൾ. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ടാൻ ഇൻവേഴ്സ് ഓഫ് VA by H ആൻഡ് വി ഒബ്റ്റെയിൻ ദ ലൊക്കേഷൻ ഓഫ് ദിസ് സപ്പോർട്ട് റിയാക്ഷൻ അറ്റ് A as 42.574 degree. ഇതേപോലെ നമ്മൾ B എന്ന പോയിന്റിലെ സപ്പോർട്ട് റിസൾട്ടന്റ് റിയാക്ഷൻ കണ്ടുപിടിക്കാൻ പോയാൽ RB വിൽ ബി ഈക്വൽ ടു VB സ്ക്വയർ പ്ലസ് H സ്ക്വയർ. ഓക്കെ, ഇങ്ങനെ വരും. ഇതാണ് RB എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് വി ഒബ്റ്റെയിൻ ആസ് 332.885 കിലോമീറ്റർ. അതിന്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കണം. തീറ്റ ബി ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് VB by H which gives us 22.52 degree. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റിന്റെ ഉത്തരം നമ്മൾ കണ്ടുപിടിച്ചു, റിസൾട്ടന്റ് സപ്പോർട്ട് റിയാക്ഷൻ. ഇനി നമ്മൾക്ക് കണ്ടുപിടിക്കാനുള്ളത് ഈ XXലെ, അതായത് എയിൽ നിന്നും 6 മീറ്റർ മാറിയ ഒരു പോയിന്റിലെ നോർമൽ ത്രസ്റ്റ് റേഡിയൽ ഷിയർ മൊമെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഈ Xൽ. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഇതൊരു ഡിസ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ ഈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് 6 മീറ്റർ ആണെന്ന് പറയാം. എയിൽ നിന്ന് ഇത് 6 മീറ്റർ ഹൊറിസോണ്ടൽ മാറിയാണെന്ന് പറയാം. പക്ഷെ ഈ സപ്പോർട്ടിന്റെ പോയിൽ നിന്ന് വെർട്ടിക്കലായിട്ട് എത്ര ഡിസ്റ്റൻസ് ആണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അതും കൂടെ അറിഞ്ഞാലേ നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതിനാണ് നമുക്ക് പാരബോളയുടെ ഇക്വേഷൻ നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്തുള്ളൂ. ദാറ്റ് y ഈക്വൽ ടു 4hx by L സ്ക്വയർ ഇൻറ്റു L മൈനസ് 6. അപ്പം ഈ ഒരു ടേമിൽ എല്ലിന്റെ വാല്യൂ നമുക്കറിയാം. ലെങ്ത് ഓഫ് ദ സ്പാൻ ഈസ് 24 മീറ്റർ. H അറിയാം 4 മീറ്റർ. X മാറുന്ന അനുസരിച്ച് Y മാറും. സോ X എത്ര കൊടുക്കുന്നോ ആ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള Y നമുക്ക് കിട്ടും. അപ്പോൾ ഈ കേസിൽ X ഈക്വൽ ടു 6 മീറ്റർ ആണ്. അപ്പോൾ അതായത് ഈ XX എന്ന് പറയുന്ന സെക്ഷനിലെ Y ഓർഡിനേറ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ X ഈക്വൽ ടു 6 ഇട്ട് കൊടുത്താൽ നമുക്ക് Y കിട്ടും. ഓക്കെ, ആൻഡ് ദാറ്റ് വി ഒബ്റ്റെയിൻ ആസ് 3 മീറ്റർ. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3 മീറ്റർ ആണ്. ഓക്കെ, നൗ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കി സാധനങ്ങൾ, ബാക്കി കമ്പോണൻസ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഫോർ എക്സാമ്പിൾ
ബിഫോർ ദാറ്റ് നമുക്ക് അതിന്റെ ആംഗിളും കൂടെ കണ്ടുപിടിക്കണം. എത്ര ഡിഗ്രിയിലാണ് ഇത് ചെരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ടാൻ തീറ്റ വി ഹാവ് ഓൾറെഡി നമ്മൾ ഡെറൈവ് ചെയ്ത ഫോർമുല ഉണ്ട്. അല്ലെങ്കിൽ വൈനെ ഡെറിവേറ്റീവ് എടുത്താൽ മതി. വൈ ടാൻ തീറ്റ ഈക്വൽ ടു 4h/L² into L minus 2x. Okay, and then theta is given as tan inverse of 4 into 4 by 2 24 square by into 24 minus 2 into 6. ഇത് ചെയ്യുമ്പോൾ okay, calculation ചെയ്ത് വരുമ്പോൾ we obtain that the angle of inclination is 18.43 degree. Okay, അപ്പോൾ നമുക്ക് എക്സും കിട്ടി തീറ്റയും കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ പോയിന്റിനെ എക്സ് എന്നുള്ള ഒരു പോയിന്റിനെ സെപ്പറേറ്റ് ഔട്ട് ചെയ്ത് വരച്ച് വെക്കാം. ഇങ്ങനെ വരും ഈ സാധനം. അതായത് എ തൊട്ട് ആ എക്സ് വരെയുള്ള ആർച്ചിന്റെ പോർഷനെ നമ്മൾ വരച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. ദിസ് ഈസ് എ, ദിസ് ഈസ് എക്സ്, ഇതാണ് നമ്മൾ നേരത്തെ വരച്ച എക്സ്. അപ്പം ആ എക്സ് എ തൊട്ട് ആ പോയിന്റ് വരെയുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് 6 മീറ്റർ ആണെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതിന്റെ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് 3 മീറ്റർ ആണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു. ഓഫ് കോഴ്സ് നമുക്കറിയാം എയിൽ ഉണ്ടാകുന്ന സപ്പോർട്ട് റിയാക്ഷൻസ് H ഈക്വൽ ടു 307.5 കിലോന്യൂട്ടൺ, VA ഈക്വൽ ടു 282.5 കിലോന്യൂട്ടൺ. ഇനി ഇതിന്റെ അകത്ത് എക്സ്റ്റേണൽ ആയിട്ട് ലോഡ് ആക്ട് ചെയ്യുന്നത് നമുക്കറിയാം. ഈ ആർച്ചിന്റെ ആദ്യത്തെ 12 മീറ്റർ മൊത്തം 30 കിലോന്യൂട്ടൺ പെർ മീറ്റർ എന്നുള്ള ഒരു ലോഡ് UDL ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് 6 മീറ്റർ നമുക്ക് ആവശ്യമുള്ള പോർഷനിൽ വരയ്ക്കുമ്പോൾ ദാറ്റ് ഈസ് 30 കിലോന്യൂട്ടൺ പെർ മീറ്റർ. ഓക്കെ, അതുപോലെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ എക്സ് എന്നുള്ള പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ഈ വി, ഇവിടെ കാണുക, ഈ ഒരു റേഡിയൽ ത്രസ്റ്റ് ആയ RX, ഈ താഴോട്ട് ആക്ട് ചെയ്യുന്ന RX. ഓക്കെ, ദെൻ ഈ പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യുന്ന NX നോർമൽ ത്രസ്റ്റ്, പിന്നെ ആ പോയിന്റിലെ MX എന്നുള്ള മൊമെന്റ് കമ്പോണന്റ്. ഈ മൂന്നെണ്ണാണ്, അതായത് 3 ഇന്റേണൽ ഫോഴ്സ്. ഏതൊരു സെക്ഷൻ എടുത്താലും, ഒരു ആർച്ചിന്റെ സെക്ഷൻ എടുത്താലും ഉണ്ടാകുന്ന 3 ഇന്റേണൽ ഫോഴ്സ്, നോർമൽ ത്രസ്റ്റ്, റേഡിയൽ ഷിയർ, മൊമെന്റ്. ആ മൂന്നെണ്ണാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. വി ഓൾറെഡി ഹാവ് ദ ഫോർമുല ഫോർ ദ NXന്റെ ഫോർമുല അറിയാം. നോർമൽ ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ VX sin θ പ്ലസ് H cos θ. RX ഈക്വൽ ടു VX cos θ മൈനസ് H sin θ. H നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. Hന്റെ വാല്യൂ 307.5 നമുക്കറിയാം. തീറ്റ നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചു 18.43 എന്നുള്ളത്. ഓക്കെ, നൗ വി നീഡ് ടു ഫൈൻഡ് ഔട്ട് VX കൂടെ കിട്ടിയാൽ നമുക്ക് നോർമൽ ത്രസ്റ്റും റേഡിയൽ ഷിയറും കിട്ടും. VX എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ടോട്ടൽ വെർട്ടിക്കൽ ഫോഴ്സസ് ടിൽ ദ സെക്ഷൻ എക്സ് വരെയുള്ള ഇത്രയും ഒരു സെക്ഷൻ കൺസിഡർ ചെയ്താൽ ആ പോയിന്റ് വരെയുള്ള ടോട്ടൽ വെർട്ടിക്കൽ ഫോഴ്സസ് ആണ്. ആൻഡ് ദാറ്റ് ഈസ്, ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, വെർട്ടിക്കൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് എയിലുള്ള വെർട്ടിക്കൽ റിയാക്ഷൻ 282.5 ഉണ്ട്. പിന്നെ താഴോട്ട് 30 into 6 ഉണ്ട്. 30 കിലോന്യൂട്ടൺ പെർ മീറ്റർ 6 മീറ്ററിൽ മൊത്തം ആക്ട് ചെയ്യുന്നുണ്ട്. സോ ദ ടോട്ടൽ വെർട്ടിക്കൽ റിയാക്ഷൻ അല്ലെങ്കിൽ സം ഓഫ് ദ നെറ്റ് വെർട്ടിക്കൽ ഫോഴ്സസ് അറ്റ് സെക്ഷൻ എക്സ് ഈസ് ഒബ്റ്റെയിൻഡ് ആസ് 282.5, അതായത് ഈ സാധനം മൈനസ് 30 into 6, ഇതിന്റെ 6 മീറ്ററിൽ അടങ്ങുന്ന 30 into 6, ദാറ്റ് ഗീവ്സ് us 102.5 കിലോന്യൂട്ടൺ VX. അപ്പോൾ VX കിട്ടി, H അറിയാം, തീറ്റ അറിയാം. ഇത് കിട്ടിയാൽ we can easily find out normal thrusts. Okay, and we obtain normal thrust as 324.133 kilonewton. Similarly, radial shear in the formula VX cos θ minus H sin θ ലോട്ട് values substitute ചെയ്ത് കൊടുത്താൽ we obtain approximately radial shear 0. Actually 0 അല്ല, something 0.0027 അങ്ങനെ എന്തോ കിട്ടും. Anyway, approximated it as 0 kilonewton. Okay, ഇനി NX കിട്ടി, റേഡിയൽ ഷിയർ കിട്ടി, നോർമൽ ത്രസ്റ്റ് കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കുന്ന മൊമെന്റ് ആണ്. അതായത് ഈ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന, ഈ എക്സിൽ ആക്ട് ചെയ്യുന്ന മൊമെന്റ് എന്ന് പറയുന്ന സാധനം മൊമെന്റ് ഈസ് അഗെയിൻ വെരി സിമ്പിൾ. നമ്മൾ ഓൾറെഡി നമുക്കറിയാം മൊമെന്റ്, ഒരു സെക്ഷനിലെ മൊമെന്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്. അതായത് ആ പോയിന്റ് എടുക്കുക, ആ പോയിന്റിന്റെ റൈറ്റിലോട്ടോ ലെഫ്റ്റിലോട്ടോ നോക്കിയിട്ട് അവിടെ വരുന്ന ടോട്ടൽ, അവിടെ വരുന്ന എല്ലാ ഫോഴ്സിന്റെയും ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ചെയ്താൽ കിട്ടും. ഓക്കെ, അപ്പൊ ഈ ഒരു എക്സ് എന്നുള്ള സെക്ഷൻ എടുക്കുവാണെങ്കിൽ തന്നെ നമുക്ക് ഇതിന്റെ റൈറ്റിലോട്ട് നോക്കിയാൽ കാണാം 3 ടൈപ്പ് ഫോഴ്സ് ആണുള്ളത്. ഒന്ന്, ഈ 282.5 ആക്ട് ചെയ്യുന്നുണ്ട് 6 മീറ്റർ ഡിസ്റ്റൻസിൽ. ഓക്കെ, പിന്നെ ഈ 307.5 കിലോന്യൂട്ടൺ ആക്ട് ചെയ്യുന്നുണ്ട് 3 മീറ്റർ ഡിസ്റ്റൻസിൽ. അതുപോലെ 30 കിലോന്യൂട്ടൺ പെർ മീറ്റർ ഇൻറ്റു 6 മീറ്റർ ആക്ട് ചെയ്യുന്നുണ്ട്. എത്ര ഡിസ്റ്റൻസിൽ? 3 മീറ്റർ ഡിസ്റ്റൻസിൽ. ഇത് UDL ആയതുകൊണ്ട് അത് ആക്ട് ചെയ്യുന്ന അതിന്റെ നടുക്കായിരിക്കും. അപ്പൊ ഇവിടെ എത്ര ആക്ട് ചെയ്യുന്നു, ഈ അത്ര കൺസിഡർ ചെയ്താൽ നമുക്ക് ആ പോയിന്റിലെ മൊമെന്റ് കിട്ടും. അത്ര ദാറ്റ് ഈസ് MX എടുക്കുകയാണെങ്കിൽ, അപ്പൊ MX എടുക്കുകയാണെങ്കിൽ ആദ്യമേ 282.5 നമുക്ക് ഓരോന്നായിട്ട് എടുക്കാം. 282.5 ഇങ്ങനെ ഒരു ക്ലോക്ക് വൈസ് മൂവ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് 6 മീറ്റർ ഡിസ്റ്റൻസിൽ. ഇതാണ് ഈ കാണുന്നത്.
പിന്നെ 307.5 ഈ എച്ച് എന്നുള്ളത് ആക്ച്വലി ഇത് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇതിനെ ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. സോ ദ ആന്റി ക്ലോക്ക് വൈസ് മൂവ്മെന്റ് ഈസ് 307.5 ഈ നമ്മൾ y കണ്ടുപിടിക്കുന്നത് ഈ ഒരു പർപ്പസിന് വേണ്ടിയാണ്. ഈ 307.5 3 മീറ്ററിൽ ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ 30 × 6 എന്നുള്ളത് അതും അഗെയിൻ ഇതിനെ ആന്റി ക്ലോക്ക് വൈസ് ആണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. സോ ഹിയർ ഇറ്റ് ഈസ് അഗെയിൻ നെഗറ്റീവ് ആൻഡ് ഇറ്റ് ഈസ് ആക്ടിങ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 3 മീറ്റർ. അതായത് ഈ 6ന്റെ പകുതിയിലാണ് ആക്ട് ചെയ്യുന്നത്. 6 മീറ്റർ ലോഡ് ഉണ്ട്, അപ്പോൾ അതിന്റെ പകുതിയിൽ 6/2 എന്നുള്ളത് 3. അത് ചെയ്തു വരുമ്പോൾ നമുക്ക് mx = 232.5 കിലോമീറ്റർ മീറ്റർ കിട്ടും. ഓക്കെ, സോ ദാറ്റ് ഈസ് ആൻഡ് ദാറ്റ് കംപ്ലീറ്റ്സ് അവർ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഓൾസോ. ആക്ച്വലി ഇതിന്റെ ഈ ഒരു 2 ക്വസ്റ്റ്യൻ ജനറൽ കേസിൽ നമുക്ക് ഏതർ ഈ 2 ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുക. അതായത് റിസൾട്ടന്റ് സപ്പോർട്ട് റിയാക്ഷൻസ് കണ്ടുപിടിക്കാനും NX ഉം RX ഉം MX ഉം കണ്ടുപിടിക്കാനും. ദിസ് ആക്ച്വലി റിക്വയർസ് ഓൺലി ബേസിക് മെക്കാനിക്സ് ആൻഡ് ബേസിക് ജിയോമെട്രിക്കൽ ടെക്നിക്സ്. അതായത് വെറുതെ സാധാരണ നമുക്കറിയാവുന്ന ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ഉപയോഗിച്ചാൽ അല്ലെങ്കിൽ മൊമെന്റ് കണ്ടുപിടിക്കേണ്ട ഫോർമുല അപ്ലൈ ചെയ്താൽ ഇത് നമുക്ക് പിന്നെ NX-ന്റെ RX-ന്റെ ഫോർമുല അറിയാമെങ്കിൽ, അതുപോലെ പരബോളയുടെ ഫോർമുല അറിയാമെങ്കിൽ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. ഒത്തിരി complication ഒന്നുമില്ല. Okay, and most cases this will be asked in the exam. Okay, now let me stop right here. In the next we will continue this question in the next class. കാരണം മൊമെന്റ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുന്നത് ആർച്ചിന്റെ വരയ്ക്കുന്ന ഒരു സെപ്പറേറ്റ് ലെക്ചർ ആയിട്ട് തന്നെ വേണ്ടി വരുന്ന കാര്യമാണ്. Okay, so practice all questions while you can. Okay, till then, thank you.